നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ക്രൂശിന്മേൽ തറച്ചു കഴിഞ്ഞപ്പോൾ ഇടത്തും വലത്തുമായി ഓരോ കള്ളന്മാരെ കൂടെ ക്രൂശിക്കുകയുണ്ടായി. ആ സംഭവം 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു കള്ളൻ മാനസാന്തരപ്പെട്ടു, പരീദീസായിക്ക് ഓഹരിക്കാരനായി. വിശുദ്ധ മത്തായി ആ കാര്യം പറയുവാൻ 2 വാക്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ കള്ളന്മാരെ പറ്റി. ആ 2 വാക്യങ്ങൾ ഇവിടെ വായിക്കും. വിശുദ്ധ മർക്കോസും ആ സംഭവം നമ്മളോട് അറിയിക്കുവാൻ 2 വാക്യങ്ങളാണ് ഉപയോഗിച്ചത്. ആ വാക്യങ്ങൾ ഇവിടെ വായിക്കും. വിശുദ്ധ ലൂക്കോസ് ആകട്ടെ ആ സംഭവം അല്പം വിശദമായിട്ട് തന്നെ പറയുകയുണ്ടായി. ഇതിലൊരു കള്ളൻ മാനസാന്തരപ്പെട്ട കാര്യം, പരീദീസായിക്ക് ഓഹരിക്കാരനായ കാര്യം ലൂക്കോസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. 5 വാക്യങ്ങൾ അടങ്ങിയ ഒരു പാരഗ്രാഫാണ് ആ സംഭവം വിശദീകരിക്കുവാൻ ലൂക്കോസ് ഉപയോഗിച്ചത്. 5 വാക്യങ്ങളും വായിക്കും. വിശുദ്ധ യോഹന്നാനാകട്ടെ ആ സംഭവം അവതരിപ്പിക്കുവാൻ ഒരൊറ്റ വാക്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ കാരണങ്ങളും പുറകാലെ നമ്മളെ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ആദ്യം നമുക്ക് ഞാൻ ഈ പറഞ്ഞ വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 38-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 38-ാമത്തെ വാക്യം. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെ യേശുവിനോടൊപ്പം ക്രൂശിച്ചു. ഇനി 44-ാം വാക്യം. 44-ാം വാക്യം. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. എങ്ങനെ തന്നെ താഴെ നിന്നവർ, കടന്നു പോകുന്നവർ യേശുവിനെ നിന്ദിച്ചു. അങ്ങനെ തന്നെ യേശുവിനോടൊപ്പം ക്രൂശിച്ച ഈ 2 കള്ളന്മാരും യേശുവിനെ നിന്ദിച്ചു. ഈ 2 വാക്യങ്ങളാണ് ഈ കള്ളന്മാരോടുള്ള ബന്ധത്തിൽ വിശുദ്ധ മത്തായി പറഞ്ഞിരിക്കുന്നത്. ഇനി വിശുദ്ധ മർക്കോസ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇതുപോലെ തന്നെയാണ് വിശുദ്ധ മർക്കോസും പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 27-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവർ 2 കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. അവിടെ ഈ മത്തായി പറഞ്ഞ അതേ വാക്കാണ്. 2 കള്ളന്മാർ ഇടത്തും വലത്തുമായിട്ട് ക്രൂശിച്ചു. ഇനി 32-ാമത്തെ വാക്യം. 32-ാമത്തെ വാക്യം. നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു. കണ്ടോ, അവനോടുകൂടി ക്രൂശിക്കപ്പെട്ട ഈ 2 കള്ളന്മാരും യേശുവിനെ പഴിച്ച് പറഞ്ഞു. ഈ 2 വാക്യങ്ങളാണ് മർക്കോസ് ഈ കള്ളന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിലെ വാക്യം വേദഭാഗം നമുക്ക് ഒടുവിൽ വായിക്കാം. അവിടെ നിന്നാണ് ഇന്ന് രാത്രിത്തെ നമ്മുടെ ചിന്ത തുടങ്ങാനായിട്ട് പോകുന്നത്. യോഹന്നാൻ ഇതിനെ പറ്റി പറഞ്ഞത് ഒറ്റ വാക്യം മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 18-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. യോഹന്നാൻ ഈ 2 വ്യക്തികളെ കള്ളന്മാരെന്നല്ല സംബോധന ചെയ്യുന്നത്. 2 വ്യക്തികൾ, 2 ആളുകൾ. അതിന് കാരണം യോഹന്നാന്റെ ശ്രദ്ധ മുഴുവനും കള്ളന്മാരിലല്ല, നടുക്ക് കിടക്കുന്ന യേശുവിനാണ്. യോഹന്നാൻ സുവിശേഷം എഴുതിയതിന്റെ ഏക ലക്ഷ്യം യേശു ദൈവമാണ്. ഓരോ സുവിശേഷകന്മാർ സുവിശേഷം എഴുതുന്നത് ഓരോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. മത്തായി സുവിശേഷം എഴുതുന്നത് യേശുവിനെ രാജാവായി അവതരിപ്പിച്ചുകൊണ്ടാണ്.
മത്തായിയുടെ സുവിശേഷത്തിലാണ് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നത്, യേശു രാജാവ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആ ചോദ്യം മത്തായിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മത്തായി യേശുവിനെ രാജാവായിട്ട് അവതരിപ്പിച്ചു. മർക്കോസ് യേശുവിനെ ദാസനായി അവതരിപ്പിച്ചു. ലൂക്കോസ് യേശുവിനെ മനുഷ്യനായി അവതരിപ്പിച്ചു. യോഹന്നാൻ ആകട്ടെ യേശുവിനെ ദൈവമായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ മറ്റ് കാര്യങ്ങളിൽ യോഹന്നാൻ വലിയ ശ്രദ്ധ കൊടുക്കത്തില്ല. ഇടത്തും വലത്തും ആരെങ്കിലും ആകട്ടെ, അവന്റെ നോട്ടവും ശ്രദ്ധയും യേശുവിൽ മാത്രമാണ്. യേശു ദൈവമാണ്, അവനാണ് ക്രൂശിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് യോഹന്നാൻ ഇവരെ കള്ളന്മാരെന്ന് വിളിക്കാതെ രണ്ടാളുകൾ ഇടത്തും വലത്തുമായിട്ട് ക്രൂശിച്ചു. ഒറ്റ വാക്യം. ഇനി നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. ഈ സംഭവം വിശദീകരിക്കുവാൻ ഏറ്റവും അധികം വാക്യങ്ങൾ ഉപയോഗിച്ചത് വിശുദ്ധ ലൂക്കോസാണ്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പാരഗ്രാഫ് തന്നെ ഈ കള്ളന്മാരോടുള്ള ബന്ധത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. ആ വേദഭാഗവും വായിച്ചു കേൾക്കാം. 39-ാം വാക്യം മുതൽ 43-ാം വാക്യം വരെ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കള്ളന്മാരിൽ ഒരുത്തൻ യേശുവിനെ അംഗീകരിച്ചു, സ്വർഗരാജ്യത്തിന് അവകാശിയായി തീർന്നു എന്ന കാര്യം, ആ സംഭവം മുഴുവനായി എന്താണ് അവിടെ നടന്നതെന്ന് ലൂക്കോസ് മാത്രമാണ് പറയുന്നത്. അതിന്റെ കാരണം, ഈ ലൂക്കോസ് വിദ്യാസമ്പന്നനാണ്. താൻ സുവിശേഷം എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാം ക്രമമായി എഴുതണമെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അവതരിപ്പിക്കുമ്പോൾ അത് മുഴുവനായി തന്നെ ക്രമമായി തന്നെ എഴുതുവാൻ ലൂക്കോസ് ശ്രദ്ധ വെച്ചു. മറ്റ് 3 സുവിശേഷങ്ങളിൽ ഇല്ലാത്ത പല കാര്യങ്ങൾ ലൂക്കോസ് സുവിശേഷത്തിൽ മാത്രം നമ്മൾ കാണുന്നുണ്ട്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ശ്രദ്ധയോടെ വീക്ഷിച്ച് അതുപോലെ താൻ രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ ലൂക്കോസ് യേശുവിനെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഇടവും വലവുമായി ക്രൂശിച്ച ഈ കള്ളന്മാർ ദുഷ്പ്രവർത്തിക്കാരെന്നാണ് ലൂക്കോസ് ഇവരെ പറ്റി പറയുന്നത്. കള്ളന്മാരെന്ന വാക്കിനേക്കാൾ അല്പം കൂടി കാഠിന്യം കൂടിയ വാക്കാണ് ദുഷ്പ്രവർത്തിക്കാർ. ഇവ കേവലം പിടിച്ചു പറിക്കുന്നവരോ മോഷ്ടിക്കുന്നവരോ മാത്രമല്ല, ഇവരിൽ നല്ല പ്രവൃത്തിയേ ഇല്ല, ഇവ ദുഷ്പ്രവർത്തിക്കാരാണ്. അതിലൊരുത്തൻ യേശുവിനെ കൈക്കൊണ്ടു. ആ 5 വാക്യങ്ങൾ അടങ്ങിയ ആ വേദഭാഗത്ത് ഈ 2 കള്ളന്മാരിൽ ഒരുത്തൻ യേശുവിനെ പറ്റി അറിവുണ്ടായിരുന്നു. യേശുവിനെ ബുദ്ധിയിലാണ് അവൻ അറിഞ്ഞത്. എന്നാൽ മാനസാന്തരപ്പെട്ട കള്ളന് യേശുവിനെ പരിജ്ഞാനത്തിൽ അറിഞ്ഞു. ഇത് രണ്ടും രണ്ടാണ്. യേശുവിനെ അറിഞ്ഞ കൈവിടപ്പെട്ടു പോയ കള്ളന് യേശുവിനെ അറിയാം, അവൻ ദൈവമാണെന്ന് അറിയാം, അവൻ രക്ഷിക്കുന്നവനാണെന്ന് അറിയാം. ഇതെല്ലാ മനുഷ്യർക്കും അറിയാം. ആ അറിവ് മാത്രം ഒരുവനെ രക്ഷയിലേക്ക് നടത്തുകയില്ല. മാനസാന്തരപ്പെട്ട കള്ളനെ പോലെ യേശുവിനോട് നേരിട്ട് സംസാരിച്ച പാപമോചനം പ്രാപിക്കുന്നതാണ് പരിജ്ഞാനത്തിൽ യേശുവിനെ അറിയുക എന്ന് വെച്ചാൽ. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ചില യേശുവിനെ പറ്റി
പരിജ്ഞാനമില്ല എന്ന് ദൈവത്തെ പറ്റി ചിലക്ക് പരിജ്ഞാനമില്ല എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. 1:15-34. അപ്പൊ ദൈവത്തെ നമ്മൾ അറിയേണ്ടത് പരിജ്ഞാനത്തിലാണ് അറിയേണ്ടത്. ഈ ലൂക്കോസ് സുവിശേഷത്തിൽ നാം വായിച്ച 5 വാക്യങ്ങളിൽ നിന്ന് ഈ മാനസാന്തരപ്പെട്ട കള്ളന് യേശുവിനെ പറ്റി ലഭിച്ച 7 വെളിപ്പാടുകളുണ്ട്. അതാണ് ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ചിന്താവിഷയം. ഈ മാനസാന്തരപ്പെട്ട കള്ളന് ലഭിച്ച യേശുവിനെ പറ്റി ലഭിച്ച 7 വെളിപ്പാടുകൾ ഏത് മനുഷ്യരും പ്രാപിക്കേണ്ടതായ 7 വെളിപ്പാടുകളാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളും ഇതിനോടകം പ്രാപിച്ചു കഴിഞ്ഞ 7 വെളിപ്പാടുകൾ. അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ഈ കള്ളന് യേശുവിനെ പറ്റി ലഭിച്ച 7 വെളിപ്പാടുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മാനസാന്തരപ്പെട്ട കള്ളൻ നമുക്ക് നൽകുന്ന 7 ആത്മീയ പാഠങ്ങൾ അതൊന്ന് വേഗം ചൂണ്ടിക്കാണിച്ചിട്ട് അവന് ലഭിച്ച യേശുവിനെ പറ്റി ലഭിച്ച 7 വെളിപ്പാടുകൾ ഞാൻ വിശദമായിട്ട് പ്രസ്താവിച്ചു കൊള്ളാം. ഈ കള്ളൻ, മാനസാന്തരപ്പെട്ട കള്ളൻ നമുക്ക് നൽകുന്ന 7 പാഠങ്ങളുണ്ട്. 1, ആർക്ക് വേണമെങ്കിലും മാനസാന്തരപ്പെടാം. ഏത് കൊടിയ പാപിക്ക് വേണമെങ്കിലും യേശുവിനെ രക്ഷകനായി കൈക്കൊള്ളാം. പാപവഴികൾ ഉപേക്ഷിക്കാം. നിത്യതയ്ക്ക് ഓഹരിക്കാരനാകാം. ഈ മാനസാന്തരപ്പെട്ട ഈ വ്യക്തി ആരാണ്? കള്ളൻ, ദുഷ്പ്രവർത്തിക്കാരൻ, ഒരു നല്ല ഗുണവും ഇല്ലാത്ത മനുഷ്യൻ. അവൻ യേശുവിനെ കൈക്കൊണ്ടെങ്കിൽ, അവന്റെ പാപം യേശു ക്ഷമിച്ചെങ്കിൽ, ഇന്ന് രാത്രിയിൽ യേശുവിനെ ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല. യേശുവിനെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു പാപിയുമില്ല. യെശയ്യാ പ്രവചനം 1:18 നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടുംചുവപ്പായാലും ഹിമം പോലെ ഞാൻ വെളുപ്പിക്കും. അപ്പോൾ ഏത് പാപിക്കും മാനസാന്തരപ്പെടാം. യേശുവാരെയും എഴുതി തള്ളിയിട്ടില്ല. യേശുവിനെ ഏത് വ്യക്തിയെയും, കൊടിയ പാപിയെയും അല്ല, യേശുവിനെ ക്രൂശിൽ തറച്ചവനെ പോലും രക്ഷിപ്പാൻ യേശുവിന് കഴിയും. പാപമേറ്റു പറഞ്ഞാൽ മതി. അപ്പൊ അവന്റെ 100 തലമുറ കഴിഞ്ഞ് 2025 ഈ അന്ന് ക്രൂശിച്ചവന്റെ വലിയ 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 കൊച്ചുമോൻ യേശുവേ ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് യേശുവിനോട് നിലവിളിച്ചാൽ, നിന്റെ വലിയ വലിയ വല്യപ്പനാണ് എന്നീ അന്ന് ഇത് ആണി കൊണ്ട് കയ്യെ അടിച്ചത്, നിന്റെ പാപം ഇപ്പൊ മോചിക്കുന്നില്ല എന്ന് പറയുന്നവനല്ല നമ്മുടെ യേശു. അവനെ ക്രൂശിൽ തറച്ചു കൊന്നവനും അവന്റെ പിൻതലമുറക്കാരനും യേശുവിനെ അടുക്ക ചെന്ന് പാപമേറ്റു പറയുമ്പോൾ അവരുടെ പാപം ക്ഷമിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരു കാര്യം, തന്റെ ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം ലഭിക്കുകയില്ല. ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അതുകൊണ്ട് യേശുവിനെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ കണ്ടെത്തണം. ഈ ശൗലും ബാല്യക്കാരനും കൂടെ ശൗമേലിനെ തേടി ചെന്നു. കഴുതയെ തേടി നടന്നവരാണ് ഇവ രണ്ടുപേരും കൂടെ. ഇപ്പൊ 3 ദിവസം കഴിഞ്ഞപ്പോൾ ശൗല് പറഞ്ഞു, 3 ദിവസമായി കഴുതയെ തേടി നടക്കുക. അപ്പൻ കഴുതകളെ പറ്റിയുള്ള ചിന്ത വിട്ടേച്ച് നമ്മളെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും. നമുക്കിനി വീട്ടിൽ പോയേക്കാം. അപ്പോൾ ആ ബാല്യക്കാരൻ പറയുന്നുണ്ട്, പോകാൻ പറ്റട്ടെ. ഇവിടെ ഒരു ദർശകനുണ്ട്. അവൻ പറയുന്നത് ഒത്തുവരുന്നു. നമുക്ക് അവന്റെ അടുക്കലേക്ക് ചെല്ലാം. പോകേണ്ടുന്ന വഴി അവൻ നമുക്ക് പറഞ്ഞു തരും. അവന്റെ അടുക്കൽ ചെന്നപ്പോൾ ആരാണ് ഈ ശൗമേൽ? ദാൻ മുതൽ ബേർശേബ വരെ യഹോവയ്ക്ക് വിശ്വസ്ത പ്രവാചകൻ. ഇവനെ അന്വേഷിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ കുടവുമായിട്ട് ചിലർ വരുന്നു. ദർശകന്റെ വീട് എവിടാന്ന് ചോദിച്ചു.
അപ്പോൾ അവര് പറഞ്ഞു, ദശകൻ യാഗം കഴിക്കാൻ പട്ടണത്തിൽ വന്നിട്ടുണ്ട്, വേഗം ചെല്ലുക, ഇപ്പോൾ നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും, സമയം കഴിഞ്ഞാൽ അവനെ കണ്ടുകിട്ടാൻ ഒക്കത്തില്ല. നിങ്ങൾ വന്ന സമയം ദർശകനെ കാണാൻ പറ്റിയ സമയമാണ്. എന്താണ് ഇനി ആത്മീയ അർത്ഥം? എല്ലാ കാലത്തും ദൈവത്തെ കണ്ടെത്താമെന്ന് ആരും വ്യാമോഹിക്കരുത്. അവനെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ കണ്ടെത്തണം. ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ സുവിശേഷത്തിന്റെ വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുന്നു. പലരും ജയിലറകളിലാണ്. പീഡകളിൽ കൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിലുള്ളവർക്ക് കോട്ടയത്ത് പാമ്പാടിയിൽ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ദൈവവചനം കേൾക്കാൻ ദൈവം ഭാഗ്യം തന്നെങ്കിൽ ലഭിച്ച അവസരം പാഴാക്കാതെ പാപവഴികളെ ഉപേക്ഷിക്കണം. യേശുവിനെ ജീവിതത്തിൽ രക്ഷകനായി കൈക്കൊള്ളണം. എന്നും ഇതുപോലുള്ള സാഹചര്യം ലഭിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കൃപയുടെ വാതിൽ അടയും. ഇന്ന് കൃപയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കത്തില്ല. ദൈവം ആ വാതിൽ അടിച്ചു. കൃപയുടെ വാതിലും അടയ്ക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഈ മാനസാന്തരപ്പെട്ട കള്ളൻ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ആത്മീയ പാഠം, ആർക്ക് വേണമെങ്കിലും മാനസാന്തരപ്പെടാം. ഏത് കൊടിയ പാപിക്കും മാനസാന്തരപ്പെടണം. ഇനി ഈ മാനസാന്തരപ്പെട്ട കള്ളൻ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ആത്മീയ പാഠം, എപ്പോൾ വേണമെങ്കിലും മാനസാന്തരപ്പെടാം. ഇവൻ ക്രൂശിൽ കിടക്കുകയാണ്, ഈ മാനസാന്തരപ്പെട്ട കള്ളൻ. അടുത്ത ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ഇവൻ മരിക്കാൻ പോകുകയാണ്. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് അവൻ ക്രൂശിൽ കിടക്കുകയാണ്. ആ ക്രൂശിൽ നിന്ന് അവനൊരു രക്ഷയില്ല. അവൻ ഒരിക്കലും ക്രൂശിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല. ആ മരണത്തെ മുഖാമുഖം കണ്ടുകടന്ന ആ വ്യക്തി മാനസാന്തരപ്പെട്ടെങ്കിൽ മാനസാന്തരപ്പെടാനുള്ള അവസരം ഇനി നഷ്ടപ്പെട്ടിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും, പ്രായം കൂടിയെന്നോ ഇല്ലെങ്കിൽ അനാരോഗ്യം പിടിച്ച് കിടക്കുകയാണെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. അവസാന ശ്വാസം പോകുന്നതിന് മുമ്പ് നിനക്ക് യേശുവിനെ കൈക്കൊള്ളാൻ അവസരമുണ്ട്. അവസരം പാഴാക്കി കളയരുത്. അപ്പോൾ ഇവൻ മരണത്തിന് തൊട്ട് മുമ്പാണ് യേശുവിനെ കൈക്കൊണ്ടത്. ഇതിന്റെ മറുവശം, മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദീർഘവർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിശേഷിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളിൽ പലരും രക്ഷയിലേക്ക് വന്നിട്ടില്ല. എത്ര ദീർഘവർഷം കടന്നു പോയാലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ദൈവത്തിന് മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ദൈവത്തിന് കഴിയും. സെന്റ് ഓഗസ്റ്റീനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവ് മോണിക്ക 20-ലധികം വർഷമാണ് ഈ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ദുർനടപ്പുകാരനായി, മദ്യപാനിയായി, കൊള്ളരുതാത്തവനായി ജീവിച്ചിരുന്ന ഓഗസ്റ്റീൻ 20 വർഷം പ്രാർത്ഥിച്ചു. ഒരിക്കൽ അവള് മോണിക്ക ആലയത്തിൽ ചെന്ന് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ആ പള്ളിയിൽ വിസിറ്റിങ്ങിന് വന്ന ബിഷപ്പ് ആംബ്രോസ് ഈ മാതാവിന്റെ എത്ര വലിയ കരച്ചിൽ കണ്ടിട്ട് ആ പള്ളിയിലെ പട്ടക്കാരനോട് ചോദിച്ചു, ഈ മാതാവ് ഇങ്ങനെ കരയാനും വേണ്ടി എന്താണ് കാരണം? ആ പട്ടക്കാരൻ പറഞ്ഞു, അവൾക്കൊരു മകനുണ്ട്, ഓഗസ്റ്റീൻ, ദുർനടപ്പുകാരനാണ്. ആ മകന്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ഈ മാതാവ് ഇങ്ങനെ കരയുന്നത്. ബിഷപ്പിന്റെ പ്രതികരണം, ഇത്രയും കണ്ണുനീരുള്ള ഈ മാതാവിന്റെ മകൻ മാനസാന്തരപ്പെടാതിരിക്കുമോ? ചില നാളുകൾ കഴിഞ്ഞാൽ ഓഗസ്റ്റീൻ മദ്യപിച്ച് ലക്കുകെട്ട് ഉദ്യാനത്തിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു തുണ്ട് കടലാസ്, കീറിയ കടലാസ് ഇങ്ങനെ താഴെ മണ്ണ് പിടിച്ചിങ്ങനെ കിടക്കുകയാണ്.
തമാശയ്ക്ക് കടലാസ് എടുത്ത് പൊടിയൊക്കെ തട്ടി വായിച്ചപ്പോൾ ഒരു ട്രാക്റ്റിന്റെ കീറിയ ഭാഗമാണ്. അതിൽ എഴുതിയിരിക്കുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമാണ്: മദ്യപാനത്തിലും വെറിക്കൂത്തിലും കാലം കഴിച്ചത് മതി എന്ന് വെപ്പീൻ. ആ വാക്യം ചാട്ടുളി പോലെ അദ്ദേഹത്തിന്റെ ചങ്കിലേക്ക് ആഞ്ഞു കയറി. ആ ഉദ്യാനത്തിലെ ബെഞ്ചിലിരുന്ന് തൻ്റെ പാപങ്ങളെ ഓർത്ത് ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് പാപ വഴികളെ ഉപേക്ഷിച്ച് യേശുവിനെ ജീവിതത്തിൽ രക്ഷകനായി കണ്ടുമുട്ടി. അദ്ദേഹമാണ് പിൽക്കാലത്ത് അറിയപ്പെടുന്നത് വിശുദ്ധനായ ഓഗസ്റ്റീൻ, സെന്റ് ഓഗസ്റ്റീൻ. പിന്നെ അദ്ദേഹം വഴി കൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയ കൂട്ടുകാരികൾ കൈയോട്ട് വിളിക്കും: ഓഗസ്റ്റീൻ, ഞങ്ങളെ കാണാതെ പോവുകയാണോ? ഓഗസ്റ്റീൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുമായിരുന്നു എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്: പഴയ ഓഗസ്റ്റീൻ മരിച്ചു, ഇത് പുതിയ ഓഗസ്റ്റീനാണ്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തിലെ ദീർഘവർഷങ്ങളായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുവരെ മാനസാന്തരപ്പെട്ടില്ലെന്ന് വെച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല. യേശുവിനെ പ്രവർത്തിപ്പാൻ സമയം അധികരിച്ചിട്ടില്ല. യേശുവിന് ഇനിയും പ്രവർത്തിപ്പാൻ സമയമുണ്ട്. ഈ മാനസാന്തരപ്പെട്ട കള്ളൻ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ആത്മീയ പാഠം: എല്ലാവരും എതിരായാലും ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുക. ഈ ക്രൂശിന്റെ ചോട്ടിൽ നിൽക്കുന്ന മുഴുവൻ പേരും എതിരാണ്. ആ താഴെ കുറച്ച് വ്യക്തികളെ പറ്റി മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വേദഭാഗം നമുക്ക് നോക്കാം. ആരൊക്കെയാണ് ക്രൂശിന്റെ ചോട്ടിൽ നിൽക്കുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 39 മുതൽ ചില വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 39 മുതൽ ചില വാക്യങ്ങൾ. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അവിടെ ഒരു ആത്മീയ സന്ദേശം നമ്മോടായിട്ടുണ്ട്. ഈ ദുഷിക്കുന്നവർ നിന്നുകൊണ്ടല്ല ദുഷിക്കുന്നു, കടന്നു പോകുന്നു. അങ്ങനല്ലയോ വായിച്ചത്? കടന്നു പോകുന്നവൻ യേശുവിനെ ദുഷിച്ചു. ദൈവത്തിലെ നിന്നെ ദുഷിക്കുന്നവരുണ്ട്. അവരാരും നിന്റെ മുമ്പിൽ അധിക നേരം നിന്ന് ദുഷിക്കത്തില്ല. ദുഷിച്ചേച്ച് കടന്നു പോകത്തേ ഉള്ളൂ. അവരുടെ പുറകെ നമുക്ക് പോകേണ്ട കാര്യവുമില്ല. സ്തോത്രം. ദുഷിക്കുന്നവരുണ്ട്. യേശുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ടല്ല ദുഷിക്കുന്നു, കടന്നു പോകുന്നു. അവൾ ദുഷിക്കുന്നവർ ദുഷിച്ചേച്ച് കടന്നു പോകുന്നു. ഇനി അടുത്തത് അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും. ഇതാണ് രണ്ടാമത്തെ കൂട്ടം. അപ്പോൾ ദുഷിക്കുന്ന കടന്നു പോക്കുകാർ. 2 മഹാപുരോഹിതന്മാർ. 2 മഹാപുരോഹിതൻ അക്കാലത്തുണ്ട്: കയ്യാഫാവും ഹന്നാവും. അവരമ്മായപ്പനും മരുമകനുമാണ്. ഒരു പ്രത്യേക സാഹചര്യമാണ്. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും. മൂന്നാമത്തെ കൂട്ട് ശാസ്ത്രിമാർ. നിയമം അടുത്ത് കീറി പറയുന്ന ശാസ്ത്രിമാർ. ഇനി അടുത്തതാ മൂപ്പന്മാരും. 4ാമതൊരു കൂട്ടരെ കണ്ടു, മൂപ്പന്മാർ. വേറെ കൂട്ടരും കൂടെ ഉണ്ട്, പടയാളികൾ. അതിന്റെ തലേ വാക്യങ്ങളിലുണ്ട്. അപ്പോൾ പടയാളികളുണ്ട്, ദുഷിക്കുന്നവരുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, മൂപ്പന്മാരുണ്ട്. ഇവര് മുഴുവനും എതിരാണ്. ക്രൂശിൽ കിടക്കുന്ന യേശുവിന് എതിരാണ്. മാനസാന്തരപ്പെടാൻ തുടങ്ങുന്ന ആ വ്യക്തിക്കും എതിരാണ്. പക്ഷേ ഇവൻ ഒറ്റയ്ക്ക് പിടിച്ചു നിന്നു. ലോകം മുഴുവൻ ദൈവത്തിലെ നിനക്കെതിരായി എഴുന്നേറ്റാലോ പിടിച്ചു നിൽക്കാം. അതിന്റെ സാക്ഷികളാണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ. രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ, സ്നാനപ്പെട്ടതിന്റെ പേരിൽ, ആരാധിച്ചതിന്റെ പേരിൽ വീട്ടുകാർ, നാട്ടുകാർ, സമൂഹം ഒറ്റപ്പെടുത്തിയപ്പോൾ പിടിച്ചു നിന്നില്ലയോ? പിടിച്ചിരിക്കാം. അപ്പോൾ ഈ കള്ളൻ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ആത്മീയ പാഠം:
മുഴുവൻ ലോകവും എതിരായി എഴുന്നേറ്റാലും നമുക്ക് പിടിച്ചിരിക്കാം. അതിലുള്ള കൃപ ദൈവം നമുക്ക് തന്നുള്ളൂ. ആ കൃപ തന്നതുകൊണ്ടാണ് നാളിതുവരെ വിശ്വാസത്തിൽ പിടിച്ചു നിൽപ്പാൻ നമുക്ക് കഴിഞ്ഞത്. എതിരാകട്ടെ, ഇന്ന് രാത്രിയിൽ ലോകം മുഴുവനും എതിരാകട്ടെ, ധൈര്യത്തോടെ രക്ഷിക്കപ്പെട, സ്നാനപ്പെട, വേർപെട്ട് ദൈവത്തെ ആരാധിക്ക, പിടിച്ചു നിൽക്കാനുള്ള കൃപ ദൈവം തന്നുള്ളൂ. സ്തോത്രം. ദൈവമുഖത്തേക്ക് നോക്കി അതങ്ങ് തിരിച്ചവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. തലകുനിയുവാൻ ദൈവം നമുക്ക് സംഗതി വരുത്തത്തില്ല. പിടിച്ചിരിക്കാം. ഈ മാനസാന്തരപ്പെട്ട കള്ളൻ നമുക്ക് നൽകുന്ന നാലാമത്തെ ആത്മീയ പാഠം, മാനസാന്തരപ്പെടുന്നതിന് ബന്ധങ്ങൾ തടസ്സമാകരുത്. മാനസാന്തരത്തിന് കർത്താവിനെ അംഗീകരിക്കുന്നതിന് ബന്ധങ്ങൾ തടസ്സമാകരുത്. ഞാൻ വ്യക്തമാക്കാം. ഇവന്റെ കൂട്ടുകാരനാണ് അങ്ങേപ്പുറത്ത് കിടക്കുന്നത്. ക്രൂശിന്റെ ഇടവും വലവുമായി രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചെന്ന് പറഞ്ഞാൽ ഇവര് കൂട്ടുകാരാണ്. അവിടെ സംഭാഷണത്തിന് മനസ്സിലാകാം. മാത്രമല്ല, ഒരുത്തൻ മറ്റവനെ ശാസിക്കുന്നുണ്ട്. സമയം അനുവദിച്ചാൽ അതിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ശാസിക്കാൻ അവകാശമുണ്ട്. നമ്മൾ സമശിക്ഷാവിധിയിലായിരിക്കുകയാണ്. നല്ലതുപോലെ തമ്മിൽ അറിയാവുന്ന രണ്ട് വ്യക്തികളാണ് ക്രൂശിൽ കിടക്കുന്നത്, യേശുവിന്റെ ഇടവും വലവുമായി. അപ്പോൾ ഇവന്റെ സ്നേഹിതൻ അങ്ങേപ്പുറത്ത് കിടക്കുന്നു. അവൻ യേശുവിനെ ദൂഷിക്കുന്നു, യേശുവിനെ തള്ളുന്നു. പക്ഷെ മാനസാന്തരപ്പെട്ട കള്ളന് ആ ബന്ധം യേശുവിനെ അംഗീകരിക്കുന്നതിന് തടസ്സമല്ലായിരുന്നു. നമ്മൾ യേശുവിനെ അംഗീകരിപ്പാൻ കാല് വച്ചപ്പോൾ സ്വന്തവും ബന്ധവും എന്നുള്ളവരൊക്കെ തടസ്സവുമായി എഴുന്നേറ്റു. പക്ഷേ അതൊന്നും യേശുവിനെ പിൻപറ്റുന്നതിന് ഒരു തടസ്സമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ നിലയിൽ കർത്താവിനെ ആരാധിപ്പാൻ നമുക്കിടയാകും. എൻ്റെ ഭവനത്തിൽ ഞാനാണ് ആദ്യം പെന്തിക്കോസ്തത്തിലേക്ക് വരുന്നത്. എൻ്റെ 20-ാമത്തെ വയസ്സിൽ ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. തിരുവല്ലായിക്കടുത്ത് നെരണം മാതാപിതാക്കളുടെ സ്വദേശം. പിതാവിൻ്റെ ജോലിയുള്ള ബന്ധത്തിലാണ് തിരുവനന്തപുരത്ത് പോയി താമസിക്കുന്നത്. 20 വയസ്സ് വരെ പള്ളിയിലെ സൺഡേ സ്കൂളും പള്ളിയിലെ കാര്യങ്ങളെല്ലാം സജീവമായി. 20-ാമത്തെ വയസ്സിൽ യേശുവിനെ രക്ഷകനായി കൈക്കൊണ്ടു സ്നാനപ്പെട്ടു. വീട്ടുകാരുടെ അനുവാദം വാങ്ങിച്ചല്ല സ്നാനപ്പെട്ടത്, അനുവാദം കിട്ടത്തില്ല. അപ്പൊ ഞാൻ സ്നാനപ്പെടാൻ പോകുമ്പോൾ വേറെ ഡ്രസ്സൊന്നും കയ്യിലെടുത്തില്ല. കാരണം ചോദ്യം പതിച്ചിലൊക്കെ ആവും. ബൈബിളും കയ്യിലെടുത്തില്ലോ. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാൽ സ്നാനമാണെന്ന് അറിഞ്ഞ ഞാൻ ഈ ചെല്ലുന്നത് ആ പള്ളിയിൽ, ആ സഭയിൽ. അപ്പൊ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു 10-15 പേര് സ്റ്റേജിന്റെ മുമ്പിൽ ഇങ്ങനെ നിരന്നിപ്പോണ്ട് ദൈവദാസന്മാർ തലേ കൈവച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ വാതിക്കരുന്ന ആളിനോട് ചോദിച്ചു, നിൽക്കുന്നത് ആരാണ്? അദ്ദേഹം പറഞ്ഞു, സ്നാനപ്പെടാനുള്ള ഒരാ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഞാനും കയറി വന്ന് ഇവിടെ ഇടയ്ക്ക് വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ അതിനു മുമ്പ് ചില ആഴ്ചകളായിട്ട് ഞാൻ ആ പള്ളി പോകുന്നുണ്ട്. രാവിലെ ഓർത്തഡോക്സ് പള്ളി പോകും, അവിടെ 8:30 കഴിയും ഫസ്റ്റ് സർവീസ്. ഇവിടെ 10 മണിക്കായി പെന്തിക്കോസ് പള്ളിയിലെ ആരാധന. ഞാൻ തനിച്ച് പെന്തിക്കോസ് പള്ളി ചെല്ലും. ഇത് ചില ആഴ്ചകളായിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ ഒരു ഞായറാഴ്ച വന്നപ്പോൾ അതിന് അടുത്ത ആഴ്ച ഉച്ച കഴിഞ്ഞ് സ്നാനം ഉണ്ടെന്ന് അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നത്. എൻ്റെ തലയിലും കൈവച്ച് പ്രാർത്ഥിച്ചു. സ്നാനപ്പെടുത്താൻ ഒരു കുളക്കടവിലേക്ക് നടത്തിക്കൊണ്ടു പോവുക. അപ്പം എൻ്റെ കയ്യിൽ ബൈബിളില്ല, ഡ്രസ്സില്ല, കൈയും വീശി പോവുക. അതിൻ്റെ കാരണം സ്നാനം ശരിയാണെന്നറിയാം. ഇതിൻ്റെ വകുപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല, സ്നാനം എങ്ങനെയാണെന്നൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, വേറെ ഡ്രസ്സ് എടുത്തില്ലയോ? ഞാൻ പറഞ്ഞു, ഇട്ടതേ ഉള്ളെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, വിഷമിക്കേണ്ട, കരുതിയേക്കാം എന്ന് പറഞ്ഞു. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. കരുതിയേക്കാം. കുളക്കടയിൽ കൊണ്ടുവന്ന് പാസ്റ്റർ PJ ദാനിയൽ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സ്ഥാപക പ്രസിഡന്റ്, പാസ്റ്റർ PJ തോമസിന്റെ ജ്യേഷ്ഠ സഹോദരൻ, നിത്യതയിൽ വിശ്രമിക്കുന്ന
പാസ്റ്റർ PJ ദാനിയൽ, അദ്ദേഹമാണ് സ്നാനം ശുശ്രൂഷ നടത്തുന്നത്. ആദ്യം ഒരാളെ വെള്ളത്തിൽ അതൊക്കെ സ്നാനപ്പെടുത്തി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നാനം കാണുക. ആ മനുഷ്യൻ കരയ്ക്ക് കയറി വന്നപ്പോൾ നേരത്തെ എന്നോട് പറഞ്ഞ അദ്ദേഹം പറയുക, ഈ സ്നാനപ്പെട്ട് കയറി വന്ന മനുഷ്യൻ്റെ ഉടുപ്പും മുണ്ടും ഞാൻ ഇടണം, ഞാൻ ഇട്ടിരിക്കുന്ന ഉണങ്ങിയ ഉടുപ്പും മുണ്ടും മാറ്റി വയ്ക്കാൻ പോകും. അപ്പം ഞാൻ എൻ്റെ ഉണങ്ങിയ ഉടുപ്പും മുണ്ടും മാറ്റി വെച്ചേച്ച് സ്നാനപ്പെട്ട് കയറി വന്ന മനുഷ്യൻ അഴിച്ചു തന്ന ഈ നനഞ്ഞ ഉടുപ്പും മുണ്ടും കൂടെ വലിച്ചു വാരി കിട്ടും. ഞാൻ കുളിച്ചതുപോലെ വെള്ളമെല്ലാം കൂടെ ഒലിപ്പിച്ച് ഞാനങ്ങോട്ട് ഇറങ്ങി ചെല്ലുക. അപ്പം പല ചിന്തകൾ എൻ്റെ തലയിൽ കൂടെ പോകുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കും സ്നാനം നടക്കുന്നത്. ആദ്യം ഒരാളെ ഇറക്കുന്നു, അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുന്നു, അയാൾ കയറി വരുന്നു, അയാളുടെ ഉടുപ്പും മുണ്ടും കൂടെ അഴിച്ച് അടുത്താക്ക് കൊടുക്കുന്നു, അയാൾ ഇട്ടേച്ച് അങ്ങോട്ട് ചെല്ലുന്നു. ഈ ചിന്തയൊക്കെ എൻ്റെ തലയിൽ കൂടെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്നു, എന്നെ സ്നാനപ്പെടുത്തി. ഈ ദയനീയമായ കാഴ്ച വീടിനടുത്തുള്ള ചിലത് കണ്ടു. ഇതുപോലെ ഈ ഉലകത്തിൽ ആരെങ്കിലും സ്നാനപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ സ്നാനപ്പെടുത്തി. ഇങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ന്യൂസ് വീട്ടിലെത്തി. മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, മുങ്ങിന്ന് കേട്ടു, പള്ളി വിട്ടേക്കരുത്. അപ്പൻ അതുകൊണ്ട് നിന്നില്ല. ഒരു രാത്രിയിൽ വഴക്ക് തുടങ്ങി, നീ എൻ്റെ വീടിനെ നാണം കെടുത്തി, നീ എൻ്റെ വീടിനെ നാണം കെടുത്തി. 1969 ഞാൻ സ്നാനപ്പെടുമ്പോൾ എൻ്റെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഭവനത്തിൽ ഒരൊറ്റ പെന്തിക്കോസുകാരുമില്ല. അതാ ഇദ്ദേഹത്തിന് നാണക്കേടായി പോയത്. ഒരു കമ്പനിയുടെയായിട്ട് എന്നെ അടിക്കാൻ വന്നു. വീട് വിട്ടിറങ്ങി ഓടിപ്പോകേണ്ടി വന്നു. വീട് ശാന്തമായ ശേഷം വീട്ടിൽ വന്നു. ആ മാതാവും ആ പിതാവും മറ്റെല്ലാ സഹോദരങ്ങളും പിൽക്കാലത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തിക്കോസത്തിലേക്ക് വന്നു. പിടിച്ചു നിൽക്കാം, ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാം. കർത്താവിനെ പിൻപറ്റുന്നതിന് ബന്ധങ്ങൾ തടസ്സമല്ല. മാതാവതിരാകട്ടെ, പിതാവതിരാകട്ടെ, മക്കളതിരാകട്ടെ, ധൈര്യത്തോടെ കാലുവച്ചാൽ കരം പിടിച്ച് നടത്തുന്ന ശക്തൻ കൂടെയുണ്ട്. വീഴാതെ വണ്ണം അവിടെ എത്തിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധി എത്തിക്കുവാൻ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ്. ബന്ധങ്ങൾ തടസ്സമാകാൻ പാടില്ല. ഈ മാനസാന്തരപ്പെട്ട കള്ളൻ നമുക്ക് നൽകുന്ന 5ാമത്തെ ആത്മീയ പാഠം, യേശുവിനോട് കാര്യം പറയാൻ മധ്യസ്ഥന്മാരുടെ ആവശ്യമില്ല. ഈ കള്ളൻ എങ്ങനെയാ മാനസാന്തരപ്പെട്ടത്? ഏതെങ്കിലും മധ്യസ്ഥൻ വന്നോ? എനിക്ക് വേണ്ടി യേശുവിന്റെ ക്രൂശിന്റെ തൊട്ട് താഴെ യേശുവിന്റെ അമ്മ മറിയ നിപ്പുണ്ട്. ഈ മറിയോട് പറഞ്ഞോ ഈ മാനസാന്തരപ്പെടാൻ പോകുന്ന കള്ളൻ, അമ്മേ മാതാവേ എന്റെ കാര്യം ഒന്ന് യേശുവിനോട് പറ. മധ്യസ്ഥന്റെ കാര്യമില്ല. യേശുവിനെ കൈക്കൊള്ളാൻ, യേശുവിനോട് കാര്യം പറയാൻ, യേശുവിനോട് പാപമേറ്റു പറയാൻ ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല. ഏത് സമയത്തും കൃപാസനത്തിന്റെ അടുക്കൽ കടന്നുചെല്ലാൻ യേശുവിന്റെ ദേഹമെന്ന തിരശീല മേൽതൊട്ട് താഴെ വരെ ചീന്തപ്പെട്ടു. എപ്പോഴും കടന്നുചെല്ലാം. ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല. പുതിയ നിയമത്തിൽ ഇന്ന് നമുക്ക് ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ. 1 തിമോഥെയോസ് 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അവിടെ നാം വായിക്കുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. ആ ക്രിസ്തുവാണ് ഇന്നത്തെ മധ്യസ്ഥൻ. ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ മറ്റൊരു മധ്യസ്ഥനും വേണ്ട. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശന സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ യേശുവിനോട് അടുക്കാൻ ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല. ഇനി ഈ മാനസാന്തരപ്പെട്ട കള്ളൻ നമുക്ക് തരുന്ന 6ാമത്തെ പാഠം, നിത്യതയെ പറ്റിയുള്ള ദർശനം. ഈ ലോകത്തിലെ വേദന മറക്കുവാൻ ഇടയാക്കും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, വിശദീകരണത്തിലേക്ക് കടക്കുന്നു. നിത്യതയെ പറ്റിയുള്ള ദർശനം ഈ ലോകത്തിലെ വേദനകൾ മറക്കാനിടയാക്കും. ഇവൻ കിടക്കുന്ന എവിടാ? 3 ആണിമേലാണ്. കൈകളിൽ ആണി, കാലുകളിലും ആണിയുണ്ട്.
വേദനയുണ്ട്, വേദന കൊണ്ട് പുളയുക. ക്രൂശിൽ കിടക്കുന്ന വ്യക്തിക്ക് ശ്വാസം വലിക്കാനൊക്കത്തില്ല. ഒരാണിയിൽ കലണ്ടത് തൂങ്ങിക്കിടക്കുന്നത് പോലാണ് ഈ 3 ക്രൂശിന്മേൽ യേശുവും 2 കള്ളന്മാരും തൂങ്ങിക്കിടക്കുന്നത്. മാനസാന്തരപ്പെടാത്ത കള്ളൻ തന്റെ വേദനയെ പറ്റി അലറി കൂകി നിലവിളിക്കുകയാണ്. നീ ക്രിസ്തുവെങ്കിൽ നിന്നെ രക്ഷിക്ക, ഞങ്ങളെയും രക്ഷിക്ക. പക്ഷേ ആ മാനസാന്തരപ്പെട്ട കള്ളനുണ്ടല്ലോ, വേദന കൊണ്ട് പുളയുമ്പോഴും ആ വേദഭാഗം ശ്രദ്ധിച്ചാൽ അവന്റെ നാവിൽ നിന്ന് ഒരു കുറ്റാരോപണവും ദൈവത്തെ പറ്റിയോ യേശുവിനെ പറ്റിയോ അവൻ പറഞ്ഞില്ല. അവന്റെ ദർശനം നിത്യതയാണ്, അവന്റെ ദർശനം പരദീസയാണ്. ആ ദർശനം അവന്റെ കണ്ണിൽ പതിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ വേദന മറന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, വേദന ഇല്ലാഞ്ഞിട്ടല്ല, കഠിനമായ ശോധനയിൽ കൂടി തീച്ചൂളയിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കൾ ഇതിന്റെ മധ്യത്തിലുണ്ട്. പക്ഷേ വേദന മറന്ന് ഇന്ന് രാത്രിയിലും നമ്മൾ ദൈവത്തെ സ്തുതിപ്പാൻ കാരണം, നേരത്തെ ഇവിടെ പാട്ടുപാടിയല്ലോ, പൊന്മണി മാലിയവൻ നമ്മളെ അണിയിപ്പിക്കും, ജന്മവസ്ത്രം ധരിപ്പിക്കും. ആ യേശു മഹോന്നതൻ വരാൻ കാലമാസന്നമായി. ആ നിത്യതയെ പറ്റിയുള്ള ദർശനം, ഈ ലോകത്തിലെ വേദനകൾ സാരമില്ലെന്നെണ്ണുവാൻ കഴിയും. പൗലോസിന്റെ ഭാഷ അതല്ലയോ, നാം പ്രാപിക്കുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. മറ്റൊരിടത്ത് പൗലോസ് പറയുന്നുണ്ട്, നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം പ്രാപിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നു. അപ്പൊ നിത്യതയിലെ ആ തേജസ്സിന്റെ നിത്യഘനമോർക്കുമ്പോൾ ഇവിടത്തെ കഷ്ടം നൊടിനേരത്തേക്കേ ഉള്ളൂ, ലഘുവായ കഷ്ടമാണ്. ഇത് വേഗം തീരും, നമ്മൾ പറന്നു പോകും. ദൈവം താൻ അവിടെ ദൈവമായി അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. അവനവരെ മേയിച്ച് ജീവജല നദിയിലേക്ക് കൊണ്ടുപോകും. ആ നല്ല സുദിനത്തിന് വേണ്ടിയാണ് നമ്മൾ ആവലോടെ കാത്തിരിക്കുന്നത്. നിത്യതയെ പറ്റുള്ള ദർശനം ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കരുത്. വേദനകൾ സഹിപ്പാൻ, അത് മറക്കുവാൻ, സാരമില്ലെന്നെണ്ണുവാൻ. ചിലതൊക്കെ ചെറിയ കഷ്ടങ്ങളെ വലിയ പെരുപ്പിച്ചൊക്കെ കാണിക്കും. അതിന്റെ കാരണം നിത്യതയെ പറ്റിയുള്ള ദർശനം ലഭിക്കാതെ പോയത് കൊണ്ടാണ്. ആ ദർശനം കണ്ണിൽ പതിഞ്ഞ വ്യക്തി ഒരിക്കലും വേദനയെ പെരുപ്പിച്ച് കാണിക്കത്തില്ല. ഇനി 7ാമത് ഒടുവിലായിട്ട് ഈ മാനസാന്തരപ്പെട്ട കള്ളൻ നമുക്ക് നൽകുന്ന 7ാമത്തെ ആത്മീയ പാഠം, നമുക്ക് ഭവിക്കുന്നതെല്ലാം ആത്യന്തികമായി നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നമുക്ക് ഭവിക്കുന്നതെല്ലാം അല്ല, ഭവിച്ചതെല്ലാം ആത്യന്തികമായി നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഈ കള്ളൻ ഈ ക്രൂശിൽ വന്നതുകൊണ്ടാണ് അവന് പരദീസ കിട്ടാൻ കാരണം. അവൻ ഇവിടെ വന്നില്ലായിരുന്നു എങ്കിൽ അവൻ ഒരിക്കലും പരദീസ പ്രവേശനം അവന് ലഭിക്കത്തില്ല. അപ്പോൾ അവന് വന്നത് ക്രൂശ ചെറിയ കാര്യമല്ല, ശാപത്തിന്റെ അടയാളമാണ്. 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടക്കുകയാണ്. വേദനയുണ്ട്, സഹിക്കാൻ വയ്യാത്ത വേദനയുണ്ട്. ആ ഭവിച്ചത് അവന്റെ നിത്യതയ്ക്ക് കാരണമായെങ്കിൽ ദൈവത്തിലെ നിനക്ക് സംഭവിച്ചതെല്ലാം ആത്യന്തികമായി നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് കാലം തെളിയിക്കും. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ നമ്മള് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ശ്രദ്ധിച്ചാൽ, ഓരോ ദിവസത്തെ സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ട് ദൈവം ആ സൃഷ്ടിപ്പ് തിരിഞ്ഞു നോക്കിയിട്ട് നല്ലത് എന്ന് കണ്ടു. സന്ധ്യായുഷസ്സുമായി 1-ാം ദിവസം
നല്ലതേ എന്ന് കണ്ടു. സന്ധ്യ ഉഷസ്സുമായി 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസത്തെ സൃഷ്ടിപ്പും നല്ലതെന്ന് കണ്ടു. മനുഷ്യനെ സൃഷ്ടിച്ച ദിവസവും. പക്ഷെ നല്ലതെന്ന് പറയാതിരുന്നത് 2-ാം ദിവസത്തെ സൃഷ്ടിപ്പാണ്. ചിലതോട് ചോദിച്ചാൽ ഏത് ദിവസത്തെ സൃഷ്ടിപ്പിനെ നോക്കിയാ നല്ലതെന്ന് പറയാത്തതെന്ന് ചോദിച്ചാൽ ചില ചാടിക്കേതിപ്പോൾ അത് 6-ാം ദിവസത്തെ സൃഷ്ടിപ്പ്. അങ്ങനൊന്നുമല്ല, 2-ാം ദിവസത്തെ സൃഷ്ടിപ്പം. ഇന്ന് തന്നെ വീട്ടിൽ പോയി അതൊന്ന് ശ്രദ്ധിക്കണം. 2-ാമത്തെ പാരഗ്രാഫ്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. ആ സൃഷ്ടിപ്പിനെ നോക്കി നല്ലതെന്ന് പറഞ്ഞില്ല. എന്താ 2-ാം ദിവസം ദൈവം സൃഷ്ടിച്ചത്? ഒരു വിധാനമുണ്ടാക്കി, ഫിർമമെന്റ്. വിധാനത്തിന് ആകാശമെന്ന് പേരു. വിധാനത്തിന് മുകളിൽ വെള്ളം, വിധാനത്തിന് താഴെ ഭൂമിയിൽ വെള്ളം. വെള്ളത്തെ 2-ആയി പകുത്തതാണ് സൃഷ്ടിപ്പിന്റെ 2-ാം ദിവസം ദൈവം ചെയ്തത്. അതിനെ നോക്കിക്കൊണ്ട് ദൈവം നല്ലതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതോ ഒരു ആകായ്മയുണ്ട്. ഇല്ലെങ്കിൽ അതുകൂടെ നല്ലതെന്ന് പറയണ്ടായോ? അതിൻ്റെ ആകായ്മയെ പറ്റി വേദപണ്ഡിതന്മാർ പറയുന്നത്, ആദിങ്കൽ തന്നെ അവസാനം കാണുന്ന ദൈവം ഈ വിധാനത്തിന് മുകളിൽ വെള്ളമെന്ന് പറഞ്ഞാൽ വെള്ളം തന്നെയാണ്. ചില ബൈബിൾ കമന്ററികളിൽ അത് നീരാവിയാണെന്നൊക്കെ എഴുതിയിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനവതെടുക്കുന്ന ന്യായം വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുലയും നീരാവിയുടെ കെമിക്കൽ ഫോർമുലയും ഒന്നാണ്, H2O. ഇവിടെ കെമിക്കൽ ഫോർമുലയൊന്നും കൊണ്ടുവരണ്ട. വിധാനത്തിന് മുകളിൽ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെയാണ്. ഭൂമിയെ, നാസ്തിത്വത്തെ തൂക്കാൻ കഴിയുന്നവന് വെള്ളം കെട്ടിവയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നോഹയുടെ കാലത്ത് ഈ വെള്ളം ഭൂമിയിലേക്ക് ഒഴുക്കുമെന്ന് ദൈവത്തിനറിയാം. നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ ഭൂമി നശിച്ചത് കേവലം മഴ കൊണ്ടല്ല, 3 കാരണങ്ങളാൽ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്ത് നിന്നുള്ള മഴയും നിന്നു. അവിടെ ശ്രദ്ധിച്ചോ? ആഴിയുടെ ഉറവകളും അടഞ്ഞു, ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു, മഴയും നിന്നു. അപ്പോൾ ഒന്ന്, ജലപ്രളയം എങ്ങനെ ഉണ്ടായി? ആഴിയുടെ ഉറവയിൽ നിന്ന് ദൈവം അതിന്റെ കതക് മാറ്റിക്കൊടുത്തപ്പോൾ ആഴിയുടെ അടിയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെട്ടു. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നപ്പോൾ സൃഷ്ടിപ്പിന്റെ 2-ാം ദിവസം കെട്ടിവച്ച വെള്ളം മുഴുവൻ താഴോട്ട് ഒഴുകുക. 3-ാമത് മഴയും പെയ്തു. അങ്ങനെ ജലപ്രളയം ഉണ്ടായത്. അപ്പോൾ സൃഷ്ടിപ്പിന്റെ 2-ാം ദിവസം ഈ കെട്ടിവച്ച വെള്ളം ഭൂമിയിലേക്ക് ഒഴുക്കുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് നല്ലതെന്ന് ദൈവം പറഞ്ഞില്ല. 6 ദിവസത്തെ സൃഷ്ടിപ്പ് കഴിഞ്ഞു. 6-ാം ദിവസം ദൈവം പറയുന്ന ഒരു വാചകമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഒടുവിലത്തെ വാക്യം 31-ാം വാക്യം. 1-ാം അധ്യായം 31-ാം വാക്യം. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും, ആ വാക്ക് ശ്രദ്ധിച്ചോണം, താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി. ആ ഒക്കെയും എന്ന് പറയുന്നിടത്ത് 6-ാം ദിവസത്തെ സൃഷ്ടിപ്പ് മാത്രമല്ല, 1-ാം ദിവസം മുതൽ 6-ാം ദിവസം വരെയുള്ള മുഴുവൻ സൃഷ്ടിപ്പിനെയും ദൈവം നോക്കി. അത് എത്രയും നല്ലത് എന്ന് കണ്ടു. ഇപ്പം ദൈവം പറഞ്ഞ എന്തുവാ? എത്രയും നല്ലത്, സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. അപ്പോൾ 6-ാം ദിവസം ദൈവം പറയുകയാണ്, താൻ ഉണ്ടാക്കിയതെല്ലാം എത്രയും നല്ലത്. അപ്പൊ നല്ലതെന്ന് പറയാതിരുന്ന 2-ാം ദിവസത്തെ സൃഷ്ടിപ്പും 6-ാം ദിവസം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എത്രയും നല്ലതായി. അടുത്ത ദിവസം ശബത്താണ്, സ്വസ്ഥതയാണ്. ദൈവ സ്വസ്ഥതയിലേക്ക് കാല് കുത്തുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നു, ഞാൻ ചെയ്തതെല്ലാം എത്രയും നല്ലത്. ഇതിൻ്റെ അകത്തൊരു ആത്മീയ സന്ദേശം ദൈവമക്കളാകുന്ന നമ്മളോടുണ്ട്. 6 എന്ന സംഖ്യ മനുഷ്യന്റെ സംഖ്യയാണ്, നമ്മുടെ ലൈഫ് സ്പാനാണ്, ജീവിത ദൈർഘ്യമാണ്. അത് നല്ലതെന്ന് തോന്നിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. നല്ലതല്ലാത്ത 2-ാം ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. 2-ാം ദിവസത്തിന്റെ പ്രതിസന്ധി, ദൈവം നല്ലതെന്ന് പറഞ്ഞില്ല, അപ്പോൾ തന്നെ നല്ലതല്ല എന്നും പറഞ്ഞില്ല. അതതിൻ്റെ പ്രതിസന്ധി. അപ്പൊ നല്ലതാണോ? നമുക്കറിയത്തില്ല. നല്ലതല്ലയോ? അതും നമുക്കറിയത്തില്ല. അതിനെ നാട്ടുകാരുടെ അഭിപ്രായം പറയും.
അവന്റെ ജീവിതത്തിൽ വന്നത് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട്. അപ്പൊ നാട്ടുകാർ അഭിപ്രായം പറയുന്ന 2-ാം ദിവസം. പക്ഷേ നമ്മുടെ ജീവിതയാത്ര അവസാനിച്ച് നമ്മൾ സ്വസ്ഥതയിൽ കാലുകുത്തുന്ന സമയം തിരിഞ്ഞു നോക്കുമ്പോൾ പറയാൻ കഴിയും, എൻ്റെ ദൈവം എനിക്ക് ചെയ്തത് മുഴുവൻ എത്രയും നല്ലത്.